നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് ഇതുവരെ നിഷേധിക്കപ്പെട്ടുവെന്ന ശബ്ദത്തിന് ഷാനിമോൾ ഉസ്മാൻ വഴി തുറക്കുന്നു. ബജറ്റിന്റെ നന്ദിപ്രമേയ ചർച്ചകളിൽ പതിവ് ശൈലികൾ തെറ്റിച്ചുകൊണ്ട് നിയമസഭയെ വിസ്മയിപ്പിക്കുന്ന ആക്രമണ ശൈലിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ സംസാരിച്ചത്. പാനലിൽ ഇരിക്കുകയോ നന്ദി പ്രമേയം പൈലറ്റ് ചെയ്യുകയോ മാത്രം ചെയ്യുന്ന കേവലം ഒരു അലങ്കാര പദവിയല്ല ഡെപ്യൂട്ടി സ്പീക്കറുടേതെന്ന് അവർ സഭയിൽ തെളിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച സ്ട്രൈക്കറെ പോലെയായിരുന്നു ഷാനിമോളുടെ ഓരോ വാക്കുകളും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഹോട്ടൽ മുറിയിലേക്ക് ഇരച്ചുകയറിയ പോലീസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ അന്നേ വേണ്ടതായിരുന്നുവെന്ന ആക്ഷേപഹാസ്യം സഭയിൽ ചിരിയും അതോടൊപ്പം തന്നെ ഗൗരവവും പടർത്തി. പിന്നീട് തന്റെ മണ്ഡലമായ അരൂരിലേക്ക് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യമായി സൂപ്പർ കിക്ക് നടത്തി. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സഭയെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു ഷാനിമോളുടെ മറുപടി. ഡെപ്യൂട്ടി സ്പീക്കർക്കും സബ്മിഷനുകളും ചോദ്യങ്ങളും ചോദിക്കാൻ അവസരം വേണമെന്ന ചരിത്രപരമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർക്ക് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടരുതെന്ന അവരുടെ വാദം സഭയുടെ പൊതുവികാരമായി മാറി. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഈ ആവശ്യത്തെ മുഖ്യമന്ത്രി VD സതീശനും പിന്തുണച്ചതോടെ കാര്യം കൂടുതൽ ഗൗരവത്തിലായി. ചട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സംസാരിക്കുന്നതിന് വിലക്കില്ലെന്നും അത് വെറും കീഴ്വഴക്കം മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ ഷാനിമോളുടെ വാദത്തിന് നിയമപരമായ സാധുത കൈവന്നു. ഇതോടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ മൗനം ഇനി ചരിത്രമാകുമെന്ന് ഉറപ്പായി. ഈ ആവശ്യത്തെ സഭയുടെ പൊതുവികാരമായി കാണുമെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉറപ്പു നൽകിയതോടെ കേരള നിയമസഭ പുതിയൊരു കീഴ്വഴക്കത്തിലേക്ക് കടക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്കും ഇനി മുതൽ നിയമസഭയിൽ ശബ്ദിക്കാം എന്ന സ്ഥിതി വരും. താമസിയാതെ സ്പീക്കർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം നടത്തും. ഷാനിമോൾ ഉസ്മാൻ നടത്തിയ ഈ ഇടപെടൽ ഇനി വരുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്കും തങ്ങളുടെ മണ്ഡലത്തിന്റെ വികാരം സഭയിൽ മുഴക്കാൻ കരുത്ത് നൽകുന്ന ഒന്നാണ്. തീർച്ചയായും ഇതൊരു ചരിത്രപരമായ നേട്ടമാണ്. വെറും നിശബ്ദ സാക്ഷിയായിരിക്കാൻ താൻ തയ്യാറല്ലെന്ന് ഷാനിമോൾ സഭയിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഡെപ്യൂട്ടി സ്പീക്കർക്കും അവകാശമുണ്ടെന്നും അവർ സ്ഥാപിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിലും രാഷ്ട്രീയകാരി എന്ന നിലയിലും അവർ നടത്തിയ ഈ ഇടപെടൽ നിയമസഭയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കും. മണ്ഡലത്തിന്റെ വികസനത്തിനായി ഏതറ്റം വരെയും പോകാമെന്ന ഷാനിമോളുടെ ദൃഢനിശ്ചയത്തിന്റെ വിജയമാണിത്. അലങ്കാര പദവിയല്ല, ഉത്തരവാദിത്തമാണ് തനിക്കെന്ന് അവർ ഈ പ്രസംഗത്തിലൂടെ കാട്ടിക്കൊടുത്തു. ഇനി മുതൽ അരൂരിന്റെ ശബ്ദം നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറിലൂടെ ശക്തമായി കേൾക്കാം. കേരള നിയമസഭയിലെ ജനാധിപത്യ മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു മാറ്റമാണിതെന്ന് നിസ്സംശയം പറയാം. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ നടത്തിയ ഈ ചരിത്രപരമായ ഇടപെടൽ നിയമസഭയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ സഹായിക്കും. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് നൽകുന്ന ഈ പുതിയ അംഗീകാരം സഭയിലെ ചർച്ചകളെ കൂടുതൽ സജീവമാക്കും. ഷാനിമോളുടെ ഈ പോരാട്ടം ഭാവിയിലെ ഡെപ്യൂട്ടി സ്പീക്കർമാർക്കും മാതൃകയാകും. അവസാനമായി കേരള നിയമസഭയിൽ പുതിയൊരു യുഗം പിറക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ മൗനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അത് തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമാകും. തന്റെ മണ്ഡലത്തിന്റെ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവരുടെ ഓരോ വാക്കും കേരളത്തിലെ ജനാധിപത്യത്തിന് പുതിയൊരു ഊർജം പകരും. ഇനി നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ ശബ്ദം മുഴങ്ങും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വനിതാ അംഗം ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നത്. CPIയിലെ ഭാർഗവി തങ്കപ്പനായിരുന്നു ഇതിനു മുമ്പ് ഈ പദവിയിലെത്തിയ വനിത. CPIയിലെ മുഹമ്മദ് മുഹസനെ 34-നെതിരെ 99 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഷാനിമോൾ ഉസ്മാൻ ഇത്തവണത്തെ ഡെപ്യൂട്ടി സ്പീക്കറായത്. സ്പീക്കർ വോട്ട് ചെയ്തില്ല. UDFിലെ സന്ദീപ് വാര്യരും അബിദ് ഹുസൈനും തങ്ങളുടെ LDFിലെ CK ഹരീന്ദ്രനും അവധിയിലായിരുന്നു. BJPയുടെ 3 പേരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മന്ത്രിസ്ഥാനത്തേക്ക് T സിദ്ദിഖിനായി KC പക്ഷം ശക്തമായി നിന്നതോടെയാണ് VD പക്ഷത്തുള്ള ഷാനിമോളെ മന്ത്രിക്ക് പകരം ഡെപ്യൂട്ടി സ്പീക്കറാക്കിയത്. 2019 അരൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിൽ ആദ്യമെത്തുന്നത്. 2021 തോറ്റെങ്കിലും ഇത്തവണ അരൂർ തിരിച്ചുപിടിച്ചു. 1966 ആലപ്പുഴ തകഴിയിൽ ജനിച്ച ഷാനിമോൾ KC
ഇനിഷ്യേറ്റീവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയത്. നിലവിൽ ഹൈക്കമാൻഡ് നിയോഗിച്ച പ്രധാന സമിതിയായ KPCC കോർ കമ്മിറ്റിയിലെ അംഗമാണ് ഷാനിമോൾ ഉസ്മാൻ. AICC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ അധ്യക്ഷ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. ഷാനിമോളിലൂടെ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നതും നാടിനെ ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന KO ഐഷ ബായിയും രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന നഫീസത്ത് ബീവിയും ആലപ്പുഴ ജില്ലയിൽ നിന്ന് നിയമസഭയിൽ എത്തിയവരാണ്. ഏതായാലും ഷാനിമോൾ ഉസ്മാൻ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആവശ്യം അത് വളരെ ഗൗരവമായി തന്നെ സഭ എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഉടനടി തന്നെ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്, ഷാനിമോൾ ഉസ്മാനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള സംസാരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു മാറ്റം, ഒരു പുതുയുഗമാണല്ലോ പുതിയ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമസഭയിൽ ഇതൊരു പുതിയ യുഗത്തിന് തുടക്കമാകും. അവരുടെ ഈ ഒരു വാക്കുകൾ ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അത്തരത്തിലൊരു നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം സഭ എടുക്കുമോ എന്നുള്ളത്.